ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അണ്ടർ റൈറ്റിംഗ് ഇൻ ഇൻഷുറൻസ് എന്നാണ്. ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഓടിച്ചെന്ന് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ഇൻഷുറൻസ് എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോഴാണ് ശരിക്കും ഇൻഷുറൻസ് എടുക്കേണ്ടത്. കാരണം നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഇൻഷുറൻസ് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇൻഷുറൻസ് പോളിസി അത് ആക്റ്റീവ് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ഇൻഷുറൻസ് പോളിസി കൊടുക്കണമെങ്കിൽ കമ്പനിക്ക് കുറെ റൂൾസ് കാര്യങ്ങളും ഉണ്ട്. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് അണ്ടർ റൈറ്റിംഗ് ചെയ്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഈ ആൾക്ക് പോളിസി കൊടുക്കാൻ അനുയോജ്യമാണോ എന്നത് കമ്പനി തീരുമാനിക്കുന്നത്. ചിലപ്പോൾ നമ്മൾക്ക് അമിതവണ്ണം അല്ലെങ്കിൽ മദ്യപാനം മറ്റ് ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും മേജറായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത്, നമ്മുടെ പ്രായം, നമ്മുടെ ഇൻകം, അങ്ങനെ പല കാര്യങ്ങളും ഘടകങ്ങളും നമ്മുടെ ഹെൽത്ത്, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് അത്തരം കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് അണ്ടർറൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് പോളിസി കൊടുക്കണമോ അതിന് എത്ര പ്രീമിയം ഈടാക്കണം എന്നൊക്കെ ഉള്ളത് കമ്പനി തീരുമാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മാത്രം കൊടുക്കുക, പോളിസി എടുക്കുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം നമുക്ക് കിട്ടില്ല. പലരും ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന കാര്യം വരുമ്പോൾ ഇപ്പം എനിക്ക് ആവശ്യമില്ല, ഞാൻ പിന്നെ നോക്കാം എന്ന് പറയാറുണ്ട്. പിന്നീട് ഒരു അസുഖം വരില്ല എന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ലാത്തടത്തോളം കാലം നമ്മളത് എത്രയും പെട്ടെന്ന് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഇന്ന് തന്നെ എടുക്കുക എന്നുള്ളതാണ്. കാരണം നാളെ എന്തെങ്കിലും ഒരു BP കൂടി, ഷുഗർ വന്നു, ഇതെല്ലാം നമ്മുടെ പ്രീമിയത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ പോളിസിയെയും ബാധിക്കും. ചിലപ്പോൾ നമുക്ക് പോളിസി തരാൻ പോലും കമ്പനി സമ്മതിക്കില്ല. കാരണം അണ്ടർ റൈറ്റിംഗ് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് റിസ്ക് കൂടുതലാണ്, അയാളുടെ ലൈഫിന് റിസ്ക് കൂടുതലാണ് എന്നൊരു ഫാക്ടർ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇൻഷുറൻസ് കമ്പനിയും പോളിസി നൽകില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അത് ഇന്ന് തന്നെ എടുക്കുക, നാളത്തേക്ക് മാറ്റിവെച്ച് അതിനെ കൂടുതൽ റിസ്കിലേക്ക് എത്തിക്കാതിരിക്കുക. ഈ ഒരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഇതുവരെയും ആരും പോളിസി എടുത്തിട്ടില്ല, ഇതുപോലെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. വേണ്ട ഗൈഡൻസിനും വിവരങ്ങൾക്കും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.